ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക സംഘർഷങ്ങൾ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിന് നേരെ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ചാവേർ ഡ്രോണുകൾ എന്നിവയെ UAE-യുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യം മൊത്തം ഒരു റെഡ് അലേർട്ട് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മിസൈലുകളെ ആകാശത്ത് വെച്ച് പ്രതിരോധിക്കുമ്പോൾ ഉണ്ടായ അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പുലർച്ചെ മുതൽ തന്നെ ജനങ്ങൾ വീടിനുള്ളിൽ കഴിയണമെന്നും അടിയന്തര സാഹചര്യങ്ങൾക്കായി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്ക ഈ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും താമസക്കാരും അതീവ ജാഗ്രതയോടെയാണ് ഓരോ വാർത്തയെയും വീക്ഷിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് UAE ലക്ഷ്യമാക്കി മിസൈലുകൾ എത്തിയത്. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് UAE സഹായം നൽകുന്നുവെന്ന് ആരോപിച്ചാണ് ഇറാൻ ഈ പ്രകോപനമുണ്ടാക്കിയത്. തങ്ങളുടെ താവളങ്ങളും ആകാശപാതയും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കായി തുറന്നുകൊടുത്തു എന്ന ഇറാന്റെ ആരോപണമാണ് ഇപ്പോൾ UAE-യെയും യുദ്ധത്തിന്റെ കരിനിഴലിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. UAE-യുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെയും ഡ്രോണുകളെയും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തടയുകയും പിന്നീട് ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. UAE-യുടെ സ്വന്തം പ്രതിരോധ സംവിധാനമായ താഡ്, പാട്രിയറ്റ് മിസൈലുകൾ എന്നിവയും ഈ ദൗത്യത്തിൽ അവിഭാജ്യ ഘടകമായി മാറി. ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര വാണിജ്യ മേഖലയിലും വലിയ ആഘാതമുണ്ടാക്കി. ലോകത്തെ പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങളായ ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങൾക്ക് നേരെയുള്ള പ്രകോപനം ആഗോള വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. UAE-യിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിയന്ത്രിക്കുകയും പല വിമാനങ്ങളും വഴിതിരിച്ചു വിടുകയും ചെയ്തു. യുദ്ധക്കളത്തിലെ നീക്കങ്ങളെക്കുറിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ വിഭിന്നമായ റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. UAE അമേരിക്കൻ സൈന്യത്തിന്റെ താവളമായി മാറിയെന്നും അത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമാണ് ടെഹ്റാന്റെ വാദം. എന്നാൽ സമാധാനപരമായി നിലകൊള്ളുന്ന തങ്ങളെ മനഃപൂർവ്വം സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന നിലപാടാണ് UAE സ്വീകരിച്ചിരിക്കുന്നത്. ജനവാസ മേഖലകളിൽ ഉണ്ടായ ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ സോഷ്യൽ മീഡിയ വഴി വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ഇതോടെ സർക്കാരിന് കൃത്യമായി വിശദീകരണങ്ങൾ നൽകേണ്ടി വന്നു. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാണെന്നും ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എങ്കിലും മുൻകരുതലുകൾ എന്ന നിലയിൽ സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുകയും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളും ഈ സാഹചര്യത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. സൗദി അറേബ്യയും കുവൈറ്റും UAE-ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും മിസൈൽ ആക്രമണങ്ങൾ ചർച്ചകളുടെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാന്റെ പുരോഗതി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന UAE-യെ ലക്ഷ്യം വെക്കുന്നത് വഴി ആഗോള നിക്ഷേപകരെ പേടിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എണ്ണ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുന്നതിനൊപ്പം ടൂറിസം മേഖലയെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ നടത്തിയ പ്രത്യാക്രമണം ഇറാന്റെ സൈനിക ശേഷിക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതായി സെന്റകോം അവകാശപ്പെട്ടു. ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള മിസൈൽ സൈറ്റുകൾ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം സംഘർഷം കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യത. ഇതിന് പ്രതികാരമായി വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന് സൂചനയുള്ളതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾ സർവ്വസജ്ജമായി തുടരുകയാണ്. UAE ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തോട് ഈ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക രാജ്യത്തിന്റെ പ്രകോപനങ്ങൾ കാരണം മേഖലയിലെ സമാധാനം തകരുന്നത് അനുവദിക്കാനാവില്ലെന്നാണ് UAE-യുടെ പക്ഷം. ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാജ്യങ്ങളും ഈ വിഷയത്തിൽ സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സൈനികമായ പ്രത്യാക്രമണങ്ങൾ നിൽക്കാതെ തുടരുന്നത് ആശങ്കാജനകമാണ്. റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും ഈ സംഘർഷത്തിൽ നിർണായകമാണ്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ ഇടപെടലിനെ വിമർശിക്കുമ്പോൾ UAE-യുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നീക്കങ്ങളെ അവരെങ്ങനെ നേരിടുമെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്.
UAE-യിലെ താമസക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങൾക്കായി ഗവൺമെന്റ് പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളും ആപ്പുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾക്ക് മാത്രം പ്രാധാന്യം നൽകണമെന്നും അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. മൊത്തത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അത്യന്തം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ തുടങ്ങിയ സ്ഫോടനങ്ങൾ ഇപ്പോൾ UAE-യുടെ മണ്ണിൽ വരെ എത്തിയിരിക്കുന്നു. ഇതിലൊരു അന്ത്യം കുറിക്കാൻ സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ ശക്തമായ നയതന്ത്ര നീക്കങ്ങളും ആവശ്യമാണ്. സംഘർഷം പടരുന്നത് തടയാൻ ഖത്തറും ഒമാനും പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുന്നുണ്ട്. എങ്കിലും മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം ഒരു ഒത്തുതീർപ്പിന് സാധ്യത കുറവാണ്. UAE-യുടെ പ്രതിരോധ വീര്യം എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണത്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണെന്ന വിശ്വാസത്തിലാണ് UAE-യിലെ ജനങ്ങൾ. അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏത് ഭീഷണിയെയും നേരിടാൻ സൈന്യം പ്രാപ്തമാണെന്ന് ഓരോ മിസൈൽ പ്രതിരോധവും തെളിയിക്കുന്നുണ്ട്. എങ്കിലും ശാശ്വതമായ സമാധാനത്തിനായി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഈ സംഘർഷം വരുത്തുന്ന മാറ്റങ്ങൾ വരും കാലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറും.